തൃശ്ശൂരിലെ കലാസദൻ 50 വർഷം തികയുകയാണ്. സംഗീത ലോകത്ത്, പ്രത്യേകിച്ച് ക്രിസ്തീയ സംഗീത ലോകത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ കലാസദൻ്റെ ഈ 50 വർഷത്തിൽ അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ്. അത് സമർപ്പിതർക്ക് വേണ്ടിയുള്ള അഖില കേരള ഗാന മത്സരം, ക്രിസ്തീയ ഗാന മത്സരമാണ്. ആ വേദിയിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് 3 കണ്ടസ്റ്റൻസ് ആണ് നമുക്കുള്ളത്. 3 പേരും അതിവിദഗ്ധരായ ഗാനകോകിലങ്ങളാണ്. അവരുടെ സംഗീതത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. സ്നേഹമാം നിൻ പുതുകൽപ്പന തൻ കാഹളമൂതി വന്നവനേ, സ്നേഹമാം നിൻ പുതുകൽപ്പന തൻ കാഹളമൂതി വന്നവനേ, നീഹാരത്തുള്ളിൽ പോലും നിന്റെ മോഹനരൂപം മിന്നി നിൽപ്പൂ, മോഹനരൂപം മിന്നി നിൽപ്പൂ, സ്നേഹമാം നിൻ പുതുകൽപ്പന തൻ കാഹളമൂതി വന്നവനേ. എൻ്റെ പേര് ഫാദർ റോബിൻ മുതുമരത്തിൽ. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ തുലാപ്പള്ളി എന്ന സ്ഥലത്താണ്. ഞാൻ ക്ലരീഷ്യൻ സഭാംഗമാണ്. ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിലെ കുന്നോത്ത് ഞങ്ങളുടെ സെമിനാരി ഉണ്ട്, ക്ലരീഷ്യൻ സ്റ്റഡി ഹൗസ്. അവിടെ ഹൗസിൻ്റെ എക്കണോമ ആയിട്ട് ശുശ്രൂഷ ചെയ്തു പോകുന്നു. കലാസദൻ അണിയിച്ചൊരുക്കിയ ഈ ദേവദൂതർ പാടുന്നു എന്ന മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അണിയറ ശില്പികളെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനെ നല്ലൊരു സംരംഭം, ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വേണ്ടി തന്നെ ഇങ്ങനെ ഒരു പരിപാടി അണിയിച്ചൊരുക്കുന്നത്. അത് തന്നെ വലിയൊരു നല്ലൊരു കാര്യമാണ്. അതിന് പ്രത്യേകം ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ സംഗീത രംഗത്തിൽ ഇപ്പം വന്നിരിക്കുന്നത്, ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ദൈവം നൽകിയ ഒരു കഴിവായതുകൊണ്ട്, ദൈവം ദാനമായിട്ട് നൽകിയതുകൊണ്ട് ഇതുവരെ 60-ലധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ മ്യൂസിക് കൊടുത്തിട്ടുമുണ്ട്, പാടിയിട്ടുമുണ്ട്, എഴുതുകയും ചെയ്യും. 3 കഴിവും ദൈവം ദാനമായി നൽകിയതാണ്. ഒന്നും പഠിക്കാതെ തന്നെ തമ്പുരാൻ നൽകി. അതിന് യേശുവിന് ഞാൻ നന്ദി പറയുന്നു. കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോ, സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേർ
പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. ദേശത്തിൻ മുള്ളുകൾക്കിടയിൽ വേദനയിൽ ഞാൻ പിടഞ്ഞു. പരിഹാസവാക്കിൻ നടുവിൽ ഇടനെഞ്ചു നീറി കരഞ്ഞു. ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതമാം ദിവ്യരൂപം. ആശ്വാസത്തോടെ ഞാൻ നുകർന്നു ആ ദിവ്യനാഥന്റെ സ്നേഹം, ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സഹനത്തിൻ വേളകളെല്ലാം നിശബ്ദനായി ഞാൻ കരഞ്ഞു. ആ നേരമീശോനാഥൻ സാന്ത്വന വചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം നാളെ നിന്നാനന്ദമാകും, നാളെ നിന്നാനന്ദമാകും. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോൾ, സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം.
മുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. ഞാൻ സിസ്റ്റർ ഡോക്ടർ ജീവ ചാക്കോ, MSJ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് കോൺഗ്രിഗേഷൻ. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ബോംബെയിലാണ്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ തലശ്ശേരി രൂപതയിൽപ്പെട്ട കുമ്പള ഇടവകയിൽ മേഴ്സിഫുൾ ജീസസ് ചർച്ച് ഇടവകയിൽ ഞാൻ സേവനം ചെയ്യുന്നു. അതോടൊപ്പം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൻറ്റ് മേരീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെറുവനത്തടി, അത് CFIC ഫാദേഴ്സിൻ്റെ ഒരു കോളേജാണ്. അവിടെ ഞാൻ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുകയാണ്. ഉയിരേകിയവൻ ഉയിരേകി എനിക്കായവൻ കുർബാനയായി എൻ കുറവുകളിൽ നിറവായിടാൻ എനിക്കായവൻ കുർബാനയായി ഉയിരേകിയവൻ ഉയിരേകി എനിക്കായവൻ കുർബാനയായി എൻ കുറവുകളിൽ നിറവായിടാൻ എനിക്കായവൻ കുർബാനയായി. ഇപ്പോൾ ഈ ദൈവദൂതർ പാടുന്നു എന്നുള്ള ഈ പ്രോഗ്രാമിൽ വരാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളിങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ ഇങ്ങനെ പാടാനായിട്ട് ചെറുപ്പം മുതലേ പാട്ടിനോട് ഭയങ്കര അഭിരുചിയുണ്ട്. പാട്ട് പാടിയിട്ടുണ്ട്, കാസറ്റുകളിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നത് ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഒത്തിരി സന്തോഷം. അപ്പോൾ അതിൻ്റെ ഓഡീഷൻ റൗണ്ടിൽ ഞാൻ മനസ്സാകുമോ എന്ന് പറയുന്ന ചിത്രചേച്ചിയുടെ ഒരു മനോഹരമായൊരു ഗാനമാണ് പാടിയത്. ഇന്ന് ഈ ഗ്രാൻഡ് ഫിനാലെയുടെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം. സമ്മാനം എന്നതിലുപരി മറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കോൺഗ്രിഗേഷനിൽ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരിയധികം സംഗീതത്തിൽ ഒത്തിരി വളരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടുകൾ എഴുതാനും എഴുതിയ പാട്ടൊക്കെ റിലീസാവാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈശോയുടെ അനുഗ്രഹമായിട്ട് കാണുകയാണ് ഞാൻ. മറ്റൊന്നുമല്ല, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ ഈശോ വളർത്തിയ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിസ്റ്റർ ഡോക്ടർ ജീവ ചാക്കോ എന്ന് പറയുന്ന ഒരാൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈശോയോട് ഈ ഒരു മത്സരവേദിയിൽ എല്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നതോടൊപ്പം ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമ്മളെ അവൻ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ എത്തിക്കും എന്നുള്ള വലിയൊരു ആത്മവിശ്വാസവും അവൻ്റെ പ്രവൃത്തിയുമാണ് ഞങ്ങളുടെ ഒരു ജീവിതം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തരാനായിട്ടുള്ളത്. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ,
എൻ്റെ പേര് ഫാദർ ക്രിസ് സെബി എന്നാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അങ്കമാലി ഭദ്രാസനത്തിലെ അടിമാലി സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ തേക്കുതോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ ചെറുപ്പം മുതലേ പാട്ട് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമാണ്, ആഗ്രഹമാണ്. പുതിയ പാട്ടുകൾ ചെയ്യുവാനും അങ്ങനെയുള്ള രീതിയിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ കളമശ്ശേരിയിൽ താമസിക്കുന്നു. ഒരു മ്യൂസിക് പ്രോഗ്രാമറായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. പല പാട്ടുകളും ദൈവാനുഗ്രഹത്താൽ ഈ സമയങ്ങളിൽ ഓർക്കസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് ജീവിതം നയിക്കുന്നു. പല പാട്ടുകളും കമ്പോസ് ചെയ്യുവാനും പാടുവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ ചെറുപ്പത്തിൽ പല റിയാലിറ്റി ഷോകളും ടി വിയിൽ കാണുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് പോകുവാൻ പലപ്പോഴും അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ദൈവവിളി തിരഞ്ഞെടുത്ത് ഈ ഒരു ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുമോ പലപ്പോഴും ഒരു സംശയം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അച്ഛന്മാർക്ക് വേണ്ടി പാടുന്ന അച്ഛന്മാർക്ക് വേണ്ടി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു മത്സരത്തെക്കുറിച്ച് ഞാൻ എൻ്റെ സൗഹൃദങ്ങളിലും പ്രത്യേകിച്ച് എൻ്റെ ഭദ്രാസന മെത്രാപ്പോലീത്ത തിരുമേനി അഭിമന്യ യോഹാനൻ മാർ പോളികാർപ്പോസ് തിരുമേനിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് അത് കേട്ടതും. പ്രത്യേകിച്ച് ആ മത്സരത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ടാണ് എന്നെ ഈ മത്സരത്തിലേക്ക് പറഞ്ഞ് വിട്ടത്. പ്രത്യേകിച്ച് എൻ്റെ സൗഹൃദങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അച്ഛന്മാരെല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് എപ്പോഴും നൽകുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഇടവക ജനങ്ങൾ, അതുപോലെ തന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഭാംഗങ്ങളും എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നതും വീക്ഷിക്കുന്നതും. പ്രാർത്ഥിക്കണമേ പരസുതനോടായി മോർഗീ വരുഗീ സഹദാതാ പല വ്യാധിയാലുഴലും ജനകോടികളിൽ ബലമാർന്ന മധ്യസ്ഥനാ പ്രാർത്ഥിക്കണമേ പരസുതനോടാ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ അഭയമേകാ ആരുമില്ലാതെ വിവശനായി കീഴുന്നു നാഥ, വിവശനായി കീഴുന്നു നാഥ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ അഭയമേകാ ആരുമില്ലാതെ വിവശനായി കീഴുന്നു നാഥ, വിവശനായി കീഴുന്നു നാഥ.
പിരിഞ്ഞ ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ. കൂട്ടം പിരിഞ്ഞ ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ. ഘോരവനത്തിലും താഴ്വരക്കാട്ടിലും ആടിനെ കണ്ടില്ല നല്ലിടയൻ. ഘോരവനത്തിലും താഴ്വരക്കാട്ടിലും ആടിനെ കണ്ടില്ല നല്ലിടയൻ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ. നൂറാടുകൾ ദൂരത്തു പോയിട്ടും കണ്ടെത്തി നാഥൻ പിരിഞ്ഞതിനെ. നൂറാടുകൾ ദൂരത്തു പോയിട്ടും കണ്ടെത്തി നാഥൻ പിരിഞ്ഞതിനെ. ഏകനായി ഞാനെത്ര സഞ്ചരിച്ചാലും കൂട്ടിന്നു നീ എൻ്റെ ചാരയില്ലേ. ഏകനായി ഞാനെത്ര സഞ്ചരിച്ചാലും കൂട്ടിനു നീ എൻ്റെ ചാരയില്ലേ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ. അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കീഴുന്നു നാഥ. വിവശനായി കീഴുന്നു നാഥ. ക്രൂശിതനേ, ഉത്ഥിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ കൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ കൃത്തിനുള്ളിൽ, ഈശോ നിൻ